അപ്പോൾ ഗൈസ് എന്ന് പറയുന്ന V6 സെൻറ്ററും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ബോഡിയുടെ ഞാൻ ജസ്റ്റ് എൻ്റെ രീതിയിലുള്ള മെഷർമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പം പിന്നെ ടോട്ടൽ ഈ സൈഡിൻ്റെ നീളം എന്ന് പറയുന്നത് 55 നമുക്ക് എടുക്കാം. പിന്നെ ഈ ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 11 ഒക്കെ വരും. പിന്നെ ഈ വീൽ ബേസ് 28, പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഏകദേശം 16 അത്രയൊക്കെ വരും റിയർ ഓവർഹാങ്. പിന്നെയെന്ന് പറയാൻ ഫ്രണ്ട് ഓവർഹാങ് ആണ് എല്ലാവർക്കും ഇച്ചിരി വിഷയമുള്ളത്. കാരണം ഈ ഫ്രണ്ട് ഡോറ് വരുന്നുണ്ട്, എക്സ്ട്രാ പീസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 14.8 എടുക്കുന്നത്. എന്നിട്ട് ഞാൻ 3mm ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 3mm എക്സ്ട്രാ അതിൻ്റെ ലെയർ ടോപ്പിൽ വരും. അപ്പോൾ 15.1 എന്നുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ്സാണ്. പിന്നെ അടുത്തെന്ന് പറയാൻ അടുത്തത് തന്നെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നത് ഈ ഒരു വിൻഡോൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതൊക്കെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു നമ്മൾ ജസ്റ്റ് ഈ ഒരു ബേസിക്കായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുക. ഇതെന്ന് പറയുന്നത് 4.9, 3.75, ഇതും അതേ തന്നെ. പിന്നെ ഇവിടെ 2, പിന്നെ ഇത് ബാക്കി അങ്ങോട്ട് ഇത് സെൻറ്റിമീറ്ററാണേ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ നോക്കിയിട്ടിപ്പം ഫോട്ടോ നോക്കാൻ മനസ്സിലാവും ഈ ഒരു പില്ലർ വരുന്നത് കറക്റ്റ് ഈ ഒരു ഇവിടെ ഇട്ടാൽ. അപ്പം നമ്മൾ ആ ഒരു ഈ ഡോറ് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം നമ്മളത് ഇതൊക്കെ കറക്റ്റായിട്ട് എടുത്താലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം. ഇവിടെ നിന്നുള്ള ഈ ഒരു വീൽ ബേസ് കറക്റ്റ് ആയിരിക്കണം. ഇങ്ങോട്ടും അതും കറക്റ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതും പക്കയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നോക്കുക പില്ലറിൻ്റെ. ആ പില്ലറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇതും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നീടുള്ളത് ഈ ഒരു ഫ്രണ്ട് ഷേപ്പ് സെറ്റ് ചെയ്യുന്നത്. അതിനുള്ളൊരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുത്തിട്ട് കറക്റ്റ് ഒരു സൈഡ് ഒരു ലിവറിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് മാസ്കിൻ്റെ പൊട്ടിക്കുക ഫോണിൽ. എന്നിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് കറക്റ്റ് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മാസ്കിൻ ടിപ്പിൽ കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് ആ മാസ്കിൻ ടിപ്പ് കൊണ്ട് ഇതിനകത്ത് ഒട്ടിക്കുക. എന്നിട്ട് അതേപോലെ കട്ട് ചെയ്ത് മാറ്റി അവിടെ വരച്ച് സെറ്റ് ചെയ്താൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. അതേപോലെ തന്നെ ഈ ഷേപ്പ് സെറ്റ് ചെയ്യുന്നത് ഒരു കൃത്യം റൗണ്ട് അല്ല, ഒരു ഓവൽ പോലൊരു ഷേപ്പാണ്. അപ്പം അത് ചെയ്ത് ടേപ്പ് ഒട്ടിച്ച് ഫോണിൽ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ട് റൗണ്ട് വരെ വരച്ചെടുത്തിട്ട് പിന്നെ തൊട്ടിച്ച് വരച്ചെടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ഈ ഷേപ്പ് കാര്യങ്ങളെല്ലാം. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4.4 ആണ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അതേപോലെ ഇപ്പുറത്തും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ലാർസിൻ്റെ ഒരു പൊക്കമുണ്ട്. ഈ ഒരു പൊക്കത്തിനോട് സെയിം തന്നെ ആയിരിക്കും ഈ ഒരു വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ ടേപ്പ് സെറ്റ് ചെയ്യുന്നത് ടേപ്പിൽ വരച്ചെടുത്തിട്ട് പൊട്ടിച്ചിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഭാഗമുണ്ടോ നമ്മളിവിടെ ഇങ്ങനെ വരച്ചിട്ടേക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നതുണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഈ ടോപ്പിൽ വരുന്ന ഒരു ലൈനുണ്ട്. അവിടെ ബ്ലേഡിന് കട്ട് ചെയ്യും നൈസായിട്ട്. എന്നിട്ട് ഈ ഒരു പോർഷനിൽ കൂടെ കട്ട് ചെയ്യും, ഈ ഒരു പോർഷനിൽ കൂടെ കട്ട് ചെയ്യും. എന്നിട്ട് പ്രസ് ചെയ്ത് അകത്തോട്ടാക്കും. അന്നേരം ഗ്ലാസ് വെക്കാനുള്ള ഒരു സെറ്റപ്പും കിട്ടും, കാര്യങ്ങളും കിട്ടും. നമ്മൾ ടോപ്പിലൊന്നും ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ല, കാരണം ഇത് ഇൻറ്റീരിയർ ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സീനില്ല. ഇവിടെ ഗ്ലാസ് വരില്ല കൂളിങ്ങുള്ള, അതുകൊണ്ട് അതൊന്നും സീനില്ല. പിന്നെ ഇത് നമ്മുടെ ക്യാബിൻ പോർഷൻ. പിന്നെ പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊന്നും വേണമെന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു കർവ് സെറ്റാണ് ടോപ്പിൽ. പിന്നെന്ന് പറയുന്നത് ഈ ഒരു വിഡ്ത്ത്, അത് ഈ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 11 സംതിങ് വരില്ല, 5 വാങ്ങണ്ട. അപ്പം നിങ്ങൾ എത്ര MM ഷീറ്റാണ് എടുക്കുന്നത് അത്ര MM ടോപ്പിലും കുറയ്ക്കണം, ഇവിടെയും കുറയ്ക്കണം. അതുപോലെ ഈ താഴത്തും കുറയ്ക്കണം. കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഇൻറ്റീരിയറിലെ സംഭവം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട അങ്ങനെ ഈ ഒരു തോല് നിൽക്കണം, അതാണ് സെറ്റ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഒരു ചുമ്മാ നോക്കി മനസ്സിലാക്കി സെറ്റ് ചെയ്താൽ മതി. അതിന് പ്രത്യേകം മെഷർമെൻറ്റ്സ് ഒന്നും വേണമെന്നില്ല. പിന്നെ ഞാൻ പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്ലാറ്റ്ഫോം വരുന്ന ഒരു പൊക്കം ഉണ്ടല്ലോ, അതെന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ബീഡിങ് ഉണ്ട്. ഈ ബീഡിങ് വരുന്നതിനേക്കാളും കുറച്ച് താഴ്ന്നിട്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല ഒരു സെറ്റപ്പ് എടുത്ത് താഴ്ത്തിട്ട് പിന്നെ ഈ ഒരു ലെവലിലാണ്
ഈ ഡ്രൈവറിൻ്റെ അവിടെ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. അതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ ഉണ്ടോ ഈ ഒരു വിൻഡോൻ്റെ ആയിട്ടാണ് ആ ഡിവൈഡിങ് പോർഷൻ വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്യുക. ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തതിൻ്റെ ബാക്കി പാർട്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരും. ഓക്കെ ഗൈസ്.